വേദനിക്കുന്ന കോടീശ്വരന്മാരെ പറ്റി ധ്രുവ് റാട്ടിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ദ സാഡ് ലൈഫ് ഓഫ് റിച്ച് പീപ്പിൾ എന്നാണ് ടൈറ്റിൽ. സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. പണമാണോ ഹാപ്പിനെസ് തരുന്നത് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തേടലാണ് ആ വീഡിയോ. ജീവിതം ഒരു 70% വേദന നിറഞ്ഞതും 30% മാത്രം സന്തോഷമുള്ളതുമാണ് എന്നൊരു ഫിലോസഫി ഉണ്ടല്ലോ. അത് പണമില്ലാത്തവരുടെ മാത്രം കാര്യമാണോ, അതോ എല്ലാവരുടെയും കാര്യം അങ്ങനെയാണോ? ആ വീഡിയോയിൽ പറയുന്നത് പണം എന്നൊരു ഫാക്ടർ കൊണ്ട് മാത്രം ആർക്കും ഹാപ്പി ആവാൻ കഴിയില്ല എന്നാണ്. അതിന് കുറച്ച് ഉദാഹരണങ്ങളും നൽകുന്നുണ്ട്. എലോൺ മസ്ക് മുതൽ അംബാനി വരെയുള്ളവരുടെ പേഴ്സണൽ ലൈഫ് കാട്ടിയാണ് പറയുന്നത്. എലോൺ മസ്കിനോട് ഒരാൾ ഇന്റർവ്യൂവിൽ നിങ്ങളെ പോലെ ആകാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ എന്തിന് എന്നെ പോലെ ആകണം, എനിക്ക് പോലും എന്നെ പോലെ ആകാൻ ഇഷ്ടമല്ല എന്ന് മറുപടി നൽകുന്നത്. എലോൺ മസ്കിന്റെ മകൾ എലോൺ മസ്കുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു തരാൻ കോടതിയെ സമീപിച്ചത്. ഇതിൽ എലോൺ മസ്ക് ദുഃഖിതനാണ് എന്ന വാർത്ത, കൂടാതെ ഡിപ്രഷനുള്ള ചെറിയ ഡോസ് മരുന്ന് ഇലോൺ മസ്ക് സ്ഥിരമായി കഴിക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തൽ, ഇതെല്ലാം പണം മാത്രം കൊണ്ട് ഒരാൾക്ക് ഹാപ്പി ആകാൻ കഴിയില്ല എന്ന ഉദാഹരണമായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ വളരെ റിച്ചായ സഹോദരന്മാർ തമ്മിലുള്ള തമ്മിൽ തല്ല്, കോടതി കേസൊക്കെയും അംബാനി സഹോദരന്മാരുടെ അടിപിടി ഉദാഹരണമാക്കി പറയുന്നുണ്ട്. കൂടാതെ ലോകത്തിലെ ഏറ്റവും റിച്ചായ മനുഷ്യന്മാരുടെ കുടുംബജീവിത തകർച്ചയും ഡിവോഴ്സുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഏകദേശം 50% ഡിവോഴ്സ് റേറ്റ്, 2-1 എന്ന കണക്ക്. അതായത് ഇത്രയും റിച്ച് ആയിട്ടും ഈ സ്ത്രീകളെ ഒന്നും കൂടെ നിർത്താൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ പണത്തെ സന്തോഷത്തോട് ഈക്വേറ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഇതാണ് ചോദ്യം. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ പണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും എന്നൊരു തോന്നലില്ലേ? 1 കോടി കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും, ഒരു 5 കോടി ഉണ്ടെങ്കിൽ ഈ നശിച്ച ജോലി നിർത്തി ഇഷ്ടമുള്ളത് ചെയ്ത് ഹാപ്പിയായി ജീവിക്കാമായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നവരാകും ഭൂരിപക്ഷവും. പണമില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ പിന്നീട് പണത്തിന് നമ്മുടെ ഹാപ്പിനെസ്സിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് ധ്രുവ് റാട്ടിയുടെ വീഡിയോയിൽ പറയുന്നത്. ഈ പരിധി എന്നത് പലർക്കും പലതാണത്രേ. ഇത് ശരിക്കും സത്യമാണോ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചില അധോലോക സിനിമകളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഇവർ എന്തിനാണ് സ്വന്തം ജീവൻ റിസ്ക് വെച്ച് ഇങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കുന്നത്? ഇത്രയും പണത്തിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഹാപ്പിയായി ജീവിക്കാൻ എന്ന്. ഇപ്പോൾ ചില അഴിമതി കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ അതിലെ കോടികളുടെ കണക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലേ ഹാപ്പിയായി ജീവിക്കാൻ ഇത്രയും പണം വേണോ എന്ന്? 2010 ഒരു റിസർച്ച് അനുസരിച്ച് $75,000 ഒരു വർഷം എന്നതാണ് നേരത്തെ പറഞ്ഞ ആ പരിധി. എത്ര? അതായത് $75,000 കൂടുതൽ എത്ര കിട്ടിയാലും സന്തോഷത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്നില്ല എന്ന്. ഇത് അമേരിക്കയിൽ നടന്ന ഒരു പഠനമാണ്. ഇന്ത്യയിൽ ഈ പരിധിക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരന് വർഷം ഇന്നത്തെ ഏതാണ്ട് 90 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അയാളുടെ ഹാപ്പിനെസ് ലെവൽ ആ കിട്ടുന്നതിലും കൂടുതൽ കിട്ടിയാലും മാറാൻ പോകുന്നില്ല എന്ന്. ഇത് ശരിയാണോ? അല്ല എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടർ രംഗത്ത് വന്നു. ആ റിസർച്ച് അനുസരിച്ച് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഹാപ്പിനെസ് കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഹാപ്പിനെസ് ലിമിറ്റ് ഒന്നും 2010 $75,000, അതായത് ഇന്നത്തെ ഏതാണ്ട് $105,000 സംഭവിക്കുന്നില്ല അത്ര. 2022 ഇതിനെക്കുറിച്ച് വേറൊരു റിസർച്ച് നടന്നു. നേരത്തെ നടന്ന റിസർച്ചിന്റെ ഡാറ്റ അനലൈസ് ചെയ്ത് അവരൊരു കൺക്ലൂഷൻ എത്തി. ഒരു പരിധി വെച്ചാൽ, ഉദാഹരണത്തിന് ഒരു 100 ലക്ഷം വരെ നോക്കിയാൽ എല്ലാ ആളുകൾക്കും ഇൻകം കൂടുന്നതിനനുസരിച്ച് ഹാപ്പിനെസ് കൂടുന്നുണ്ട്. എന്നാൽ ആ പരിധിക്ക് മുകളിലേക്ക് നോക്കിയാൽ അത്ര ഹാപ്പി അല്ലാത്ത മനുഷ്യർക്ക് അതിൽ കൂടുതൽ എത്ര കിട്ടിയാലും സന്തോഷം കിട്ടുന്നില്ല. എന്നാൽ ഓൾറെഡി ഹാപ്പി ആയിട്ടുള്ള മനുഷ്യർക്ക് അതിൽ കൂടുന്നതിനനുസരിച്ച് സന്തോഷം കൂടുന്നുണ്ട്. അതായത് ജീവിതത്തിൽ മറ്റെല്ലാ കാര്യത്തിലും ഹാപ്പി ആയിട്ടുള്ളവർക്ക് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഹാപ്പിനെസ് കൂടും. എന്നാൽ പണം മാത്രം ഉണ്ടാവുകയും മറ്റ് പല കാര്യങ്ങളിലും സാഡ് ആയിട്ടുള്ളവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ പണം ഉണ്ടെങ്കിലും സന്തോഷം കിട്ടില്ല. അപ്പൊ പിന്നെ ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യൻ സന്തോഷം അനുഭവിക്കുന്നത് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് അയാൾക്കുണ്ടായിരിക്കുമ്പോഴാണ്. ഒപ്പം ഹെൽത്തിയായ ശരീരവും. കേൾക്കുമ്പോൾ ഗ്രാൻഡഡ് ആയി എടുക്കാൻ തോന്നുന്ന കാര്യമാണ്, പക്ഷേ റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത് അതാണ്. നമ്മൾ കാനഡയിലെയും UK-യിലെയും ഒക്കെയുള്ള ഒറ്റപ്പെടലുകളെ കുറിച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ ചിലർ കമന്റ് ചെയ്യാറുണ്ട്, ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്, അതുകൊണ്ട് ആരും ഇല്ലാത്തതാണ് എനിക്കിഷ്ടം എന്നൊക്കെ. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും മറ്റു മനുഷ്യരുമായുള്ള കണക്ഷൻ അത്യാവശ്യമാണ്. ഇൻട്രോവേർട്സിന് ചിലപ്പോൾ അതിന് 1-2 മീനിങ് ഫുൾ ഡീപ്പ് കണക്ഷൻ മാത്രം മതിയാകും. എക്സ്ട്രോവേർട്സിന് കുറെ അധികം വേണ്ടി വന്നേക്കാം എന്നേയുള്ളൂ. ബേസിക്കലി മനുഷ്യരെല്ലാം ഹാപ്പി ആകുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവർക്കൊപ്പം സമയം ചെലവഴിക്കുമ്പോഴാണ്. ലോൺലിനെസ് നമ്മുടെ ആരോഗ്യത്തെ വരെ നശിപ്പിച്ചു കളയാം. വിവാഹം പുരുഷന്മാരുടെ ആയുസ് കൂട്ടുമെന്ന് റിസർച്ചുകൾ പറയുന്നുണ്ട്. വിവാഹം പെണ്ണിന്റെ ആയുസ് കൂട്ടുന്നതിനേക്കാൾ കൂടുതലാണത്. പൊതുവെ വിവാഹം മനുഷ്യരുടെ ആയുസ് കൂട്ടുന്നതിന് കാരണമുണ്ട്. നമുക്ക് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ടിന് ഒരാൾ ഉണ്ടാവുകയാണ്. എല്ലാ വിവാഹവും അങ്ങനെയാണെന്നല്ല, സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന വിവാഹങ്ങളുമുണ്ട്. പക്ഷെ കമ്പാറ്റബിൾ ആയ ഒരാൾ കൂടെയുണ്ടെങ്കിൽ ഹാപ്പിനെസ് കൂടും എന്നതിൽ തർക്കമില്ല. ആരോഗ്യവും ഒപ്പം ആയുസും കൂടും. ഇനി വിവാഹം മാത്രമാണ് ഹാപ്പിനെസ് കൂട്ടുന്നത് എന്ന് കരുതേണ്ട. നമുക്ക് സന്തോഷം
നൽകുന്ന ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകൾ, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതും നമ്മുടെ ആരോഗ്യവും സന്തോഷവും കൂട്ടും. അപ്പോൾ ഹാപ്പി ആയിരിക്കാൻ ഏറ്റവും വേണ്ടത് ചില കൂട്ടുകെട്ടുകളാണ് എന്നതാണ് സത്യം. ചിലർക്ക് ഫ്രണ്ട്സ് ആകാം, ചിലർക്ക് ഫാമിലി ആകാം, കുട്ടികളാകാം, അങ്ങനെ എന്തും. ഇനി രണ്ടാമത്തെ കാര്യം ആരോഗ്യമാണ്. നല്ല കൂട്ടുകെട്ട് ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ സന്തോഷത്തെ കൂട്ടുന്ന, എന്നാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത മറ്റൊന്നുണ്ട്. അതാണ് എക്സസൈസ്. ദിവസവും 15 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നത് വരെ നമ്മുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും വളരെയധികം ബൂസ്റ്റ് ചെയ്യും. കുറേയധികം നടക്കുന്നത്, എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് ഡിക്ലൈനെ വരെ തടയും. അതായത് ബ്രെയിൻ ഷാർപ്പായി നിലനിൽക്കാനും ഏറ്റവും വേണ്ട ഒന്നാണ് എക്സസൈസ് എന്നത്. ഇനി നമുക്ക് ധ്രുവ് റാഠിയുടെ വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. വേദനിക്കുന്ന കോടീശ്വരന്മാരെ കുറിച്ച് പറയാം. ധ്രുവ് റാഠി തന്ന ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, പണമുണ്ടെങ്കിലും നല്ല റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഇതിലൊക്കെ വീഴ്ചകൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ സന്തോഷമായി ജീവിക്കാൻ ഒരു പരിധി വരെ പണം വേണമെങ്കിലും അതിന് മറ്റു ചില കാര്യങ്ങൾ വളരെ നിർബന്ധമായും വേണമെന്നർത്ഥം. അപ്പൊ സന്തോഷമായിരിക്കാൻ പണം മാത്രം മതിയോ, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.